ബി.ജെ.പിയുടെ വെറും ഒരു ആസനം താങ്ങികളായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി മാത്രം നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ മാറിയെങ്കിൽ പിന്നെ അവനൊക്കെ ഈ സാധനം എടുത്ത് ബി.ജെ.പി നേതാക്കന്മാരുടെ താടിജിയുടെ താടി വെടിക്കാനും അതുപോലെ അമിട്ടിന് പുൽകാൻ വെച്ച് കൊടുക്കാനും ഇതും എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ പോയി കഴിഞ്ഞാൽ അതൊരു പണിയാന്ന് പറയാം. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പരിപാടി ചിരയ്ക്കുന്ന നമ്മുടെ ബ്ലേഡ് ഉണ്ടെങ്കിൽ ഒരു 4 മറ്റേ എവിടേക്ക് കൊടുത്തു വിടണേ, ഡൽഹിയിലോട്ട് കൊടുത്തു വിടണം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ചിലപ്പോൾ ആവശ്യം വരും. ഇവിടെ നിന്ന് അങ്ങോട്ടെ പട്ടികൊക്കെ നമ്മുടെ താടീജിൻ്റെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ, എത്രയെന്ന് വെച്ചിട്ട് അങ്ങനെ കള്ളപ്പരിപാടികളോ അല്ലെങ്കിൽ കള്ളത്തിനും പറഞ്ഞ് ജീവിക്കുക. അപ്പോൾ ഇടയ്ക്ക് ചിരയ്ക്കാൻ പോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ പാർസൽ വിട്ടോ. അഡ്രസ്സ് നെറ്റിൽ നോക്കിയാൽ കിട്ടും. നമ്മുടെ കമ്മീഷൻ്റെ അഡ്രസ്സ് ഏതായാലും നെറ്റിൽ നോക്കിയാൽ കിട്ടും. രാഹുൽ ഗാന്ധിക്ക് ഈ ചുട്ട മറുപടിയുമായിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ ബി.ജെ.പി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ഇലക്ഷൻ കമ്മീഷനോ ബി.ജെ.പിയിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിന് കമ്മീഷന്റെ ഏറ്റവും വലിയ പരാതി കമ്മീഷനെ തോക്ക് ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. എനിക്കും അത് തന്നെ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്. ഒരു കമ്മീഷനൊക്കെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പേടിപ്പിക്കുക, എന്താണ് പണ്ടൊക്കെ വിചാരം? നിങ്ങളൊക്കെ വിചാരം ഇപ്പം എന്താണ്? ഇന്ത്യൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ബി.ജെ.പിനെയൊക്കെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കാനൊക്കെ ആയോ രാഹുലെ നീ? തോക്ക് ചൂണ്ടി പേടിപ്പിക്കും. തോക്കല്ല, അതിൻ്റെ അപ്പുറത്തുള്ള പീരങ്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാനും പോകുന്നില്ല, ഞങ്ങൾ എന്നൊരു അക്ഷരം മിണ്ടാനും പോകുന്നില്ല. അതായിരുന്നു ആദ്യത്തെ പരാതി ഇലക്ഷൻ കമ്മീഷന്റെ. പിന്നെ തെളിവില്ലാത്ത ആരോപണങ്ങളും നിലനിൽക്കില്ല. സത്യമാണ്, തെളിവൊന്നും രാഹുൽ ഗാന്ധി കാണിച്ചിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി കുറേ ആൾക്കാരുടെ പേരും കുറേ ആൾക്കാരുടെ എന്താ പറയുക യുണീക്ക് നമ്പേഴ്സും സെയിം നമ്പറിൽ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 19 ആൾക്കാരുണ്ട്, ഒരു വീട്ടിൽ ഒരു ബിൽഡിങ്ങിൽ 350 ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് തെളിവൊന്നുമില്ല. നമ്മൾ ആ കണ്ടതൊക്കെ AI ക്രിയേറ്റഡ് ഫോട്ടോസാണ്. വെറുതെ വന്ന് എന്തെങ്കിലുമൊക്കെ AI ക്രിയേറ്റഡ് ഫോട്ടോ കാണിച്ചിട്ട് അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും രാഹുൽ ഗാന്ധി പറയുന്ന പരിപാടികളൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അടുത്ത നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ ബി.ജെ.പിയുടെ വാദം. മൂന്നാമത്തത്, ഈ അപേക്ഷ 45 ദിവസത്തിന് നൽകണം എന്നാണല്ലോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നൽകിയില്ല? അല്ല, ഇനിയിപ്പോൾ നൽകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തോന്ന് വെച്ചാൽ ഞങ്ങളത് കൊടുക്കൂല. അത് വേണേൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോ. ഇത് കണ്ടുപിടിക്കാണ്ട് നമുക്ക് ഇത്രയും ആൾക്കാർ, ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ? തരൂലെന്ന് പറഞ്ഞാൽ തരൂല. തെല്ലാണ്ട് കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഈ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ താക്കൂർമ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് വലുത് കൊടുക്കും. ഓൻ പല പൊട്ടത്തരങ്ങളും കണ്ടുപിടിച്ചെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിൻ്റെ ആ വാദം അവിടെ അങ്ങോട്ട് നിർത്തിക്കോളാണ്. പിന്നെ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് അന്വേഷണമൊന്നുമില്ല. ഇപ്പം ഇത്രയും തെളിവും കാര്യങ്ങളൊക്കെ ഈ തന്ന കണക്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആയില്ല ഞങ്ങളുടെ കണക്കിൽ തന്നൊരു തെളിവല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരാരോപണങ്ങൾക്കും 5 ആരോപണങ്ങളായിരുന്നല്ലോ മെയിനായിട്ട് പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞ ഒരാരോപണങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല. വോട്ട് കൊള്ള ആരോപണം തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല ഈ ആരോപണങ്ങളിൽ എന്ന് പറയുന്നു. വോട്ടേഴ്സിന്റെ സ്വകാര്യത അതിലേക്ക് കടന്നു കയറി രാഹുൽ ഗാന്ധി എന്നിങ്ങനെയുള്ള മറുവാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം, രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തള്ളുകയാണല്ലോ കമ്മീഷൻ. എന്തൊക്കെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കമ്മീഷന്റെ മറുപടി? ബൽറാം. ഉന്മേഷ്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടത്. അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ കൃത്യമായി തന്നെ വിശദീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിഴവുകൾ ഒഴിവാക്കി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ബീഹാറിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് എന്നാണ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടമകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒളിച്ചോടില്ല. ഓരോ ഘട്ടത്തിലും എല്ലാവരുടെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. പരാതികൾ ഉന്നയിക്കാൻ ബീഹാറിൽ ഇനിയും 15 ദിവസം ബാക്കിയുണ്ട്. ഈ ആരോപണങ്ങൾ നിലവിൽ ഈ വോട്ട് ചോരി എന്നതടക്കമുള്ള പദപ്രയോഗങ്ങൾ നടത്തി ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഭരണഘടനയെ അപമാനിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടില്ല എന്നും കടമകളുമായി മുന്നോട്ട് പോകും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വോട്ടർമാരുടെ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ച് ദുരുപയോഗം നടത്തിയെന്നും വോട്ടർമാരെ രാഷ്ട്രീയ ആയുധമാക്കി എന്നുമുള്ള കടുത്ത വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് 7 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ ഈ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർ മാപ്പ് പറയണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആവശ്യപ്പെട്ടത്. അതായത് രാഹുൽ ഗാന്ധി ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പരോക്ഷമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 45 ദിവസത്തെ സമയമുണ്ട് കോടതിയെ സമീപിക്കാൻ. ആ സമയം
ആരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 8 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നും തന്നെ കഴമ്പില്ല എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പലയിടത്തും ഒരാളുടെ പേരുകൾ ആവർത്തിച്ച് വരുന്ന പിഴവ് സംഭവിച്ചേക്കാം. കാരണം അത് ഇന്ത്യയിൽ കുടിയേറ്റം ഏറെ നടക്കുന്ന സ്ഥലമാണ്. ജോലി ആവശ്യത്തിനോ മറ്റോ ആയി ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കോ മറ്റിടങ്ങളിലേക്കോ ആളുകൾ താമസം മാറുന്നു. അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ പേരുകൾ വോട്ടർ പട്ടികയിൽ ആവർത്തിക്കപ്പെട്ടേക്കാം. എന്നാൽ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്നും വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നതും വോട്ട് ചെയ്യുന്നതും 2 വിഷയമാണ് എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിശദീകരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇടത്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചേക്കാമെങ്കിലും വോട്ട് ഒരു തവണ മാത്രമാണ് ചെയ്യാനാകുക. അതിനെ എങ്ങനെയാണ് വോട്ട് ചോരി എന്ന് വിളിക്കുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ SIR നടപ്പാക്കുന്നത് പിഴവടച്ച രീതിയിലാണ് എന്നും ഓരോ വീട്ടിലും കയറി ഓരോ വ്യക്തിയെയും കണ്ട് ഫോം പൂരിപ്പിച്ച് വാങ്ങിയാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കൂടാതെ ഈ ഉയർന്ന മരണസംഖ്യ എങ്ങനെ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉണ്ടായി എന്ന ചോദ്യത്തോട് കഴിഞ്ഞ 20 വർഷമായി രേഖപ്പെടുത്താതെ പോയ മരണങ്ങളാണ് ഒരുമിച്ച് ഇത്തരത്തിലൊരു പ്രക്രിയ നടപ്പാക്കിയപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഖ്യകളുടെ രൂപത്തിൽ നിന്നും. അതാണ് ഈ ഉയർന്ന സംഖ്യയ്ക്ക് കാരണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇത്തരത്തിൽ വോട്ട് ചെയ്യാനോ MP ആയോ MLA ആയോ തിരഞ്ഞെടുക്കപ്പെടാനോ കഴിയൂ. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പശ്ചിമ ബംഗാളിൽ ഉചിതമായ സമയത്ത് ഈ വോട്ടർ പട്ടിക നടപ്പാക്കുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ജ്ഞാനേഷ് കുമാർ വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എപ്പിക് നമ്പർ വഴി പരിശോധിക്കാൻ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിയും. ദേശീയ തലത്തിൽ തന്നെ നേരത്തെ നടത്തിയ പരിശോധനകളിൽ ഏതാണ്ട് ഒരേ എപ്പിക് നമ്പറുള്ള 3 ലക്ഷത്തോളം പേരെ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് തന്നെ പലർക്കും ഒരേ എപ്പിക് നമ്പർ ഉണ്ടാകുന്നത് സംഭവങ്ങൾ വരെ കണ്ടെത്തിയിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്തുകൊണ്ട് ധൃതി കാണിക്കുന്നു എന്ന ചോദ്യത്തോട് വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷമല്ല വോട്ടർ പട്ടിക ഇതിലെ പിഴവുകൾ പരിഹരിക്കേണ്ടത് എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഓരോ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും വെബ്സൈറ്റുകൾ വഴി ഓഫീസർമാരുടെയും വെബ്സൈറ്റുകൾ വഴി വോട്ടർ പട്ടിക എപ്പിക് നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്ന തരത്തിൽ അപ്ലോഡ് ചെയ്യണം, പ്രദർശിപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ കമ്മീഷൻ ഏത് നിലയ്ക്കാണോ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചത് അത് വിശാലമായ തലത്തിൽ ഇന്ന് വാർത്ത. അപ്പം രാഹുൽ ഗാന്ധിയുടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി കിട്ടി കാണുമല്ലോ അല്ലെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല, ഒരു സ്ഥലത്തും പരിപാടികളും നിലനിൽക്കില്ല. അതുകൊണ്ട് തെളിവ് ഞങ്ങൾക്ക് തെളിവില്ലാത്ത ഒരു പരിപാടികളും കാണിക്കില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്തൊരു കാര്യം ഭയങ്കര കാര്യം. ഇപ്പോൾ ഈ വോട്ടേഴ്സ്, അതായത് നമ്മുടെ വോട്ടേഴ്സിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും അല്ലെങ്കിൽ അഡ്രസ്സും ഒക്കെ പുറത്തു വിട്ടു. അത് വലിയ തെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് തെളിവായിട്ട് എടുത്താൽ പോരെ? നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ട് അത് വോട്ടേഴ്സിന് എന്താ പറയുക പേരും ലിസ്റ്റും നമ്പേഴ്സും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും ആണെന്ന് ഇത്ര ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് എടുത്തോട്ടെ. അപ്പോൾ പുള്ളി വിട്ടത് സത്യമാണല്ലേ? അത് ചോദിച്ചപ്പോൾ പിന്നെ മിണ്ടാട്ടുമില്ല. അതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. പിന്നെ മിണ്ടിയില്ല, വാ തുറന്നില്ല. പിന്നെ ഈ പറഞ്ഞ സംഭവം വീണ്ടും റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഈ ലൈവ് കാണുമ്പം ഇടക്കിടക്ക് പരസ്യം കയറി വരുന്നത്. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു ലൈവ്, ഇത്രയും കാര്യപ്പെട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പരസ്യം കയറി വരുന്നത്? ഞാൻ അങ്ങനെ മാറി ചാനൽ നോക്കി. അപ്പോൾ നമ്മളെ നാഷണൽ മീഡിയാസ് നോക്കിയാലും കുഴപ്പമില്ല, നമ്മുടെ കേരളത്തിലെ മീഡിയാസ് നോക്കുമ്പോൾ ഇടക്കിടക്ക് പരസ്യം ഇങ്ങനെ വരും ലൈവിൻ്റെ. നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ BJPയുടെ തലപ്പത്തിരിക്കുന്നവൻ പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ്. രാഹുൽ ഗാന്ധി തോക്ക് ചൂണ്ടി ഞങ്ങളെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ വിറയ്ക്കുന്നവരല്ല, ഞങ്ങൾക്ക് BJP ഞങ്ങളുടെ സംഘപരിവാറിന്റെ സപ്പോർട്ടുണ്ട്, ഞങ്ങൾ അവർ പറയുന്ന പോലെ തുപ്പും തീട്ടും തേളും നാവും അവരുടെ നാസം ഞങ്ങൾ നക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടില്ല. അപ്പൊ പിന്നെ ഇടയ്ക്കിങ്ങനെ പരസ്യം ഇട്ടൂടെ? ഈ ചാനലുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പരസ്യം ബാക്ക് ടു ബാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ചോദ്യങ്ങൾ, ചില രാഹുൽ ഗാന്ധി പറഞ്ഞ ഇന്ന ചോദ്യം, അല്ലെങ്കിൽ ഇത്രയും പേരെ എൻ്റെ വീട്ടിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ ഇത്രയും പേരെ ബിൽഡിങ്ങിൽ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനിട്ട് മറുപടി മിണ്ടുന്നില്ല. അത് ഞാൻ ഉത്തരം പിന്നെ പറയാൻ ആ ചോദ്യം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുക. അത് ഏറ്റവും കോമഡി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറൊരു എനിക്ക് എക്കണോമിക് ന്യൂസിൻ്റെ ഒരു ജേർണലിസ്റ്റ് ഇറക്കി ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു അതിന് മറുപടി പറഞ്ഞിട്ടില്ല, അത് ഞാൻ പിന്നെ പറയാമെന്നും പറഞ്ഞു വീണ്ടും അത് അവിടെ നോക്ക് റൗണ്ട് ചെയ്ത് വെച്ചു. ഇതായിരുന്നു ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഹസനമല്ല, എന്ത് ഊളത്തരം, ഇവനൊക്കെ എന്ത് തേങ്ങക്കാണോ പിടിച്ചിട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ പരിപാടിക്ക് ശൗര്യം ചെയ്യാൻ പോകുന്നതാണ് നിനക്കൊക്കെ നല്ലതെന്ന് തോന്നിപ്പോയത്. ഈ BJPക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയുള്ള BJPയുടെ വെറും ഒരു ആസനം താങ്ങികളായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി മാത്രം നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ മാറിയെങ്കിൽ പിന്നെ അവനൊക്കെ ഈ സാധനം എടുത്ത് BJP നേതാക്കന്മാരുടെ താടിജിയുടെ താടി വെടിക്കാനും അതുപോലെ അമിട്ടിന് ബുൾഗാൻ വെച്ച് കൊടുക്കാനും ഇതും എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ പോയി കഴിഞ്ഞാൽ
അതൊരു പണിയാന്ന് പറയാം. അതല്ലെങ്കിൽ നീയൊക്കെ കാണിക്കുക ഒരു പണിയും നിനക്കൊന്നും അവിടെ ഇല്ല എന്ന് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നീയൊക്കെ ശൗര്യം ചെയ്യാൻ പോയിക്കോ എന്ന് പറയേണ്ടി വരുന്നത്. വല്ലാത്തൊരു ഇലക്ഷൻ കമ്മീഷൻ. ഏതായാലും രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, ഒരു സിംഗിൾ ഉത്തരം ആ വാ കൊണ്ട് പറയാൻ പറ്റാത്ത ഈ രാജ്യത്തെ ഏറ്റവും വൃത്തികെട്ട ചെറ്റകളായിട്ടുള്ള, അല്ലെങ്കിൽ ചെറ്റത്തരം കാണിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ആൾക്കാരെ, സാധാരണ ജനങ്ങളെ, ഡെമോക്രസിനെ എല്ലാം പറ്റിച്ച് ഈ BJP കൊടുക്കുന്ന എന്ത് തേങ്ങയാണെങ്കിൽ അത് വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന സുരേഷ് ഗോപി പറഞ്ഞ വെറും ഷിറ്റുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മുടെ നാട്ടിലെ പല സംഘപരിവാണ ചാനലുകളിലും പലരും വന്ന് നാളെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിനെ വെടിവെക്കാൻ പോകുന്നു, ബോംബിടാൻ പോകുന്നു, രാഹുൽ ഗാന്ധി വിട്ട ബോംബിന് എതിരെ ഇവർ എന്താ പറയുക അണുബോംബല്ല ആറ്റം ബോംബ് ചെയ്യാൻ, ആറ്റം ബോംബ് പോയിട്ടാ ഒരു വളി വിട്ട വിലയെങ്കിലും നീയൊക്കെ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടാക്കിയോ? ഒരു വളി വിട്ട സൗണ്ടെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നീയൊക്കെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷനും പേരും വെച്ച് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്? നീയൊക്കെ ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ മനസ്സിലായല്ലോ സംഖ്യകളെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ, എന്തോ ആന നിങ്ങളുടെയൊക്കെ വായിലോട്ട് കയറി തരുന്ന വെച്ചിട്ട് ആന പോയിട്ട് ആനയുടെ അപ്പി പോലും കയറാനില്ലല്ലോ നിൻ്റെ ഒന്നും. കഷ്ടം.